വളരെ കൗതുകകരമായ ഒരു വാർത്ത വരുന്നുണ്ട് കേട്ടോ. അതായത് MDMA പിടിച്ച് 1 കിലോഗ്രാം MDMA മറ്റോ ആയിട്ട് പിടിച്ച ഒരാളെ ജയിൽ സൂപ്രണ്ട് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. വളരെ കൗതുകകരമായ കാര്യമാണ്. 3 കിലോഗ്രാം MDMAയുമായി പിടിയിലായ പ്രതിക്ക് വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ്. പ്രതിയുടെ സ്വഭാവം തൃപ്തികരമെന്ന് ജയിൽ സൂപ്രണ്ട് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകി. അവിടെയും തീർന്നില്ല. പ്രതി രാഹുൽ സുഭാഷിന്റെ ജാമ്യാപേക്ഷയിലാണ് വിയൂർ ജയിൽ സൂപ്രണ്ടിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ്. രാഹുൽ സുഭാഷ് ജയിലിലും ലഹരി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ വെരി ഗുഡ് ആവും അല്ലേ? ജയിലിൽ കൂടി ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ടാണ് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ജയിലിൽ ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. അപ്പോൾ വെരി ഗുഡ്. അപ്പോൾ വെരി ഗുഡ് അല്ലേ? ഇത് വിയൂരാണ്. വിയൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടാണ് സുപ്രീം കോടതിയിൽ ഇയാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. എന്തായാലും ജയിൽ സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ടിൽ പുറത്തുവിടുകയാണ്. ഈ സൂപ്രണ്ട് എന്തിനിത് കൊടുത്തു എന്നുള്ളത് പ്രേക്ഷകരെല്ലാം ചോദിക്കുന്നുണ്ടാവും. നമുക്കും അത് തന്നെയാണ് ചോദിക്കാറുള്ളത്. ഗുഡ് സർട്ടിഫിക്കറ്റ് അവിടെ അച്ചടക്കത്തോട് ഇപ്പൊ ഷെറിന് കൊടുത്തൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് ഇല്ലേ, ആ ഗുഡ് സർട്ടിഫിക്കറ്റ് വേറൊരു കാറ്റഗറി ആയിരുന്നു. ഷെറിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് വേറെ ചില താല്പര്യം അതേ ഉള്ളൂ. അതേസമയം അവിടെ ഗുഡ് സർട്ടിഫിക്കറ്റിന് യോഗ്യരായ ഒരുപാട് പേരുണ്ടാവും, അനുയോജ്യരായിട്ടുള്ള ആളുകളുണ്ടാവും, അവർക്ക് കൊടുക്കുന്നില്ല. ജോയ്സ് ഡാനിയൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജോയ്സ്, ഇതേ ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഈ സൂപ്രണ്ടിന് എന്തു പറ്റി? 3 കിലോഗ്രാം MDMA പിടിച്ചയാളാണ്, ജയിലിൽ ലഹരി ഉപയോഗിച്ചുവെന്ന് നേരത്തെ റിപ്പോർട്ടുള്ള ആളാണ്. അയാൾക്ക് എങ്ങനെയാണ് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക? അരുൺകുമാർ, അത് തന്നെയാണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് കിട്ടിയപ്പോൾ ആദ്യം തോന്നിയൊരു സംശയം. അതായത് ഈ 3 കിലോ MDMAയുമായി പിടിച്ച ഒരു വ്യക്തി അയാൾ ജയിലിൽ തുടരുകയാണ്. പ്രധാനമായും അയാളുടെ ജാമ്യവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതി ഇയാളുടെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ്, ഇയാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ചോദിച്ചിരുന്നത്. ഈ സർട്ടിഫിക്കറ്റിന്റെ റിപ്പോർട്ട് നൽകുന്നതിനിടയിലാണ് വിയൂരിന്റെ ജയിൽ സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്നത് ഇയാൾ ജയിലിനുള്ളിൽ കഞ്ചാവ് ഉപയോഗിച്ചതിനും ഒപ്പം തന്നെ കഞ്ചാവ് ഇയാളുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഈ കഞ്ചാവ് ഉപയോഗിക്കാൻ വേണ്ടി ചില വീഡിയോകൾ അതും ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഒപ്പം മൊബൈൽ ഫോൺ കൂടി ഇയാളിൽ നിന്ന് കണ്ടെത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് എന്നുകൂടി റിപ്പോർട്ടിൽ പറഞ്ഞതിന് ഏറ്റവും ഒടുവിലാണ് വിയൂർ സെൻട്രൽ ജയിലിന്റെ സൂപ്രണ്ട് പറയുന്നത് ഇയാൾക്കെതിരെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമില്ല, ഇയാളുടെ പ്രതിയുടെ സ്വഭാവം നല്ലതാണ് എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മൾ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. MDMAയുമായി പിടിക്കുന്ന ഒരാൾ, ജയിലിനുള്ളിലും പിന്നീട് കഞ്ചാവും മറ്റു പ്രശ്നങ്ങളുമായി നടക്കുന്ന ഒരാൾ, അയാൾക്ക് ജാമ്യം നൽകുന്നതിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ ഈ പ്രതിയുടെ സ്വഭാവം നല്ലതാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ എന്ത് മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും ഒരുപക്ഷെ ഈ വിയൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ട് കടന്നുപോയിട്ടുണ്ടാകുക എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട്. നമ്മൾ വലിയ രീതിയിൽ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിൻ നടത്തുന്നു, മന്ത്രിമാരും സർക്കാരും ഒക്കെ നമുക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ലഹരി വിൽക്കുന്ന ആൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു വക്കാലത്ത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം, സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇയാൾ ഒരു പ്രശ്നക്കാരനല്ല എന്നുള്ള കാര്യം. ഒപ്പം തന്നെ നമുക്കറിയാം രാവും പകലും കഷ്ടപ്പെട്ട് ഈ ലഹരി സംഘങ്ങളെ പിടിക്കുന്ന നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരെ കൂടി വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഈ സൂപ്രണ്ട്